ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 43-ാം വാക്യം. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ യഹൂദർക്ക് വലിയൊരു സംശയം. ഈ സംശയം അവർ തീർത്തത് എന്താ? പരസ്പരം പിറുപിറുത്ത് സംസാരിച്ചുകൊണ്ടാണ്. ഈശോയെ കുറിച്ച് കുറ്റം പറയുകയും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ പിറുപിറുപ്പുണ്ടല്ലേ? എപ്പോഴാണ് ഈ പിറുപിറുപ്പ് നടക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളുടെ കുറ്റം പറയുമ്പോൾ. ഈശോ പറഞ്ഞ ഈ വചനത്തെ കുറിച്ച് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കാത്ത യഹൂദർ പരസ്പരം പിറുപിറുക്കുന്നത് കണ്ടപ്പോൾ ഈശോ അവരോട് പറയുകയെ, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. നിങ്ങൾക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈശോയോട് ചോദിക്കാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടവരല്ല നമ്മള്. ആരുടെയും കുറ്റം പറഞ്ഞ് നടക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് ഏറി വരുന്നുണ്ട് ഈ ഒരു പിറുപിറുപ്പ്. മറ്റുള്ളവരുടെ കുറ്റം പറയുക, അവരെ എല്ലാവരുടെയും മുൻപില് ചെറുതാക്കി കാണിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചാല് അവര് ശത്രുക്കളാണ് നമ്മുടെ. പിന്നീട് എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. ദൈവത്തെ മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. യഹൂദരോട് പറഞ്ഞ ഇതേ കാര്യം തന്നെ എൻ്റെ ഈശോ ഇന്ന് എന്നോടും പറയുന്നുണ്ട്. ഈശോ വചനത്തിലൂടെ പല കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കും അത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കത്തില്ല. അത് ഞാനൊരു പക്ഷേ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു സംശയം ഉണ്ടായാല്, ഒരു പ്രതിസന്ധി ഉണ്ടായാല് ദൈവസന്നിധിയിൽ വന്ന് ശാന്തമായിട്ടിരുന്ന് അവനോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതം വിജയിക്കണമെങ്കിൽ ഈ പിറുപിറുപ്പ് മാറ്റി ദൈവത്തോട് ചോദിക്കാനായിട്ട് തയ്യാറാവണം. അവന്റെ വചനം ഗ്രഹിക്കാനായിട്ട് തയ്യാറാവണം. ആ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ഇനി ഒരിക്കലും ആരുടെയും കുറ്റം പറയാതിരിക്കാം. ദൈവവചനം ഗ്രഹിക്കാനായിട്ട് അത് മനസ്സിലാക്കാതെ വരുമ്പോൾ ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് അവനോട് ചോദിച്ച് അത് ഗ്രഹിക്കുവാനായിട്ട് അതനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് എപ്പോഴും സന്തോഷത്തില് സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.